So come and take the shots with me now, shots with me now. Just like a soul child, feeling so priceless. You got me taking shots with me now, shots with me now. Just like a Cadillac, feeling so timeless. Let's talk about it. Late night FaceTime, hold tight on fire, damn right I'm sipping on you. Let's talk about it. Late night FaceTime, hold tight on fire, damn right I'm sipping on you. What's going on with you? I will not love. Forgetting what I did, what happened to you all night. I never meant it, feels like a loop every time. Oh yeah, yeah, cause I got nothing to lose, what do I choose, running me out of my mind. നമ്മളിങ്ങനെ ഇന്നലെ രാത്രി ഗ്യാപ്പിക്കിന് ചെന്ന് അവിടെ ഇരുന്ന് രാത്രിയൊക്കെ സ്പെൻഡ് ചെയ്ത് രാവിലെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് കയറി ഫൈനലി സാന്റോറിനി എത്തിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഒരു ഓൾമോസ്റ്റ് 2 ദിവസമായിട്ട് ഉറങ്ങാത്തതുകൊണ്ട് വി ആർ ബോത്ത് ലൈക്ക് ഭയങ്കര ടയേർഡ്. സാന്റോറിനിന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ആക്ച്വലി ഇയറിലോട്ടാണ് സ്റ്റേ എടുത്തേക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് അരമണിക്കൂർ ഇവിടെ നിന്നുള്ളൂ, പക്ഷെ അതിന് പോലും ഒരു 35 യൂറോസാണ് പറയുന്നത്. എനിവേസ് കുറച്ച് വഴി തെറ്റിയെങ്കിലും ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇതാണ് നമ്മുടെ one day accommodation in Santorini. We have reservation for today. She's one of a kind and it's so hard to turn down. നമ്മളിപ്പോൾ ഇയയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത് സാന്റോറിനിയിലുള്ള മെയിൻ ഡേയിൽ. കുറച്ച് നേരം ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് ഫൈനലി സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുറത്ത് പോകാനാണ് പ്ലാൻ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇയ കാസിൽ, പിന്നെ 3 ഡോംസിൻ്റെ വ്യൂ പോയിൻറ്റ്, പിന്നെ വിൻമിൽ, സൺസെറ്റ്, ആ പോയിൻറ്റ്സൊക്കെ ഇവിടെ ഇങ്ങനെ ചുറ്റിയാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം അടുത്തടുത്താണെങ്കിലും ഇതൊരു കുന്നാണ്. സോ എല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് കയറി ലൈക്ക് നമുക്ക് അടുത്താണെന്ന് തോന്നുവാണെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട്. ഇതാണ് ഈ ഐലൻഡ് ടൗണിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്. എല്ലാം ഇവിടെ ഇങ്ങനെ ഇത്ര നാരോ ഗല്ലികളാണ്. ഈ ഗല്ലികൾക്കുള്ളിലാണ് ഇവിടുത്തെ റിസോർട്ടുകൾ, സ്പാകൾ, സൂനിയർ ഷോപ്പുകൾ, ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ. കനമുള്ള ബാഗുകളൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് വന്നാൽ നമ്മുടെ ഹോട്ടലിന് മുന്നേ വരെ എത്താൻ ഒരു വഴിയില്ല. സോ ഈ ഗല്ലികളിൽ കൂടെ നമ്മൾ തന്നെ അത് ചുമന്ന് പോകേണ്ടി വരും, വിച്ച് കുഡ് ബി ടയറിങ്. So yeah, let's go see Santorini now. നമ്മളിപ്പോൾ ആക്ച്വലി വലിയ എയിമൊന്നുമില്ല. ആ ഒരു വ്യൂ പോയിൻറ്റ്സ് ഒക്കെ വെച്ച് സൺസെറ്റൊക്കെ ഒരു നല്ല പൊസിഷനൊക്കെ പിടിക്കാന്നുള്ള രീതിയിൽ നടക്കുകയാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഗൈഡ് പറഞ്ഞത് ഈ പീക്ക് സീസൺ ഓഗസ്റ്റ് സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ലെന്ന്. ഓൾസോ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എൻഡ് ഓഫ് ഏപ്രിലാണ്. സോ ഐ തിങ്ക് ഒരു ഏപ്രിൽ എൻഡ് മെയ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ തിരക്കുണ്ട്, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ നൈസ്. ഒരു ടെമ്പറേച്ചർ ഓൾസോ ഒരു 20 ഡിഗ്രിയൊക്കെ ഉള്ളൂ. നമുക്ക് സമാധാനമായിട്ട് ഇങ്ങനൊരു ഇറ്റ്സ് ക്വൈറ്റ് നൈസ് ആക്ച്വലി. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൊണ്ട് ക്യാമറ വെച്ചാൽ ഫ്രെയിം അടിപൊളിയാണെന്ന്. An example of that. സൺസെറ്റ് ഇവിടെ 8 മണിക്കാണ് വരിക. ഐ ഡോണ്ട് നോ, മറ്റേ സൺസെറ്റ് ഫേസ് ചെയ്യുന്ന സീറ്റ്സ് നമ്മൾ, അതായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്. ആഗ്രഹിക്കുമ്പോൾ എന്തോ ആഗ്രഹിക്കല്ലോ, പക്ഷേ എല്ലാവർക്കും ഇതേ ഐഡിയ ആയിരുന്നു. സോ പ്രിറ്റി മച്ച് എല്ലാ റെസ്റ്റോറൻറ്റും ലൈക്ക് ഫില്ലാണ്. ലൈക്ക് മറ്റേ സൺസെറ്റ് ഫേസിങ് സീറ്റ്സ് ഒന്നും കിട്ടാനില്ല. സോ എനിവേ ഞങ്ങൾ ഈ സ്ട്രഗിളിൽ വന്നിട്ട് വോട്ട് വി ഹവ് ഓർഡേർഡ് ഇസ് 3 ഐറ്റങ്ങൾ. അതിൽ സ്റ്റാർട്ടറാണ് കിടുന്ന സാധനം, ഗ്രിൽഡ് ഒക്ടോപ്പസ്. എന്തോ ആവോ എന്തോ, ഐ നോട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്, പക്ഷേ ഐ ഡോണ്ട് നോ. ഓക്കെ, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് പീസ് ഓഫ് ഒക്ടോപ്പസ് കഴിക്കാൻ പോവാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല.
Okay. ഐ വിഷ് ഞങ്ങളുടെ ഉള്ള ക്യാമറ കുഡ് ഡു ജസ്റ്റിസ് ടു ഇവിടെ കിട്ടുന്ന സൺസെറ്റിൻ്റെ വ്യൂ. ിലേക്ക് നടന്നപ്പോൾ വി സ്റ്റംബിൾഡ് അപ്പോൺ ലൈക്ക് ഭയങ്കര ക്യൂട്ട് സുവിനിയർ ഷോപ്പ്. പക്ഷേ ഞങ്ങളുടെ കണ്ണ് പോയത് ഇതുങ്ങളിലേക്ക്. ചെസ് ബോർഡ് കണ്ടു കയറിയത് I think this home. ട്രിപ്പ് പോകുമ്പം അവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊന്നും മേടിക്കാറില്ല ടൂറിസ്റ്റ് പ്ലേസിന്. പക്ഷേ എനിക്ക് ലാസ്റ്റ് ടൈം ടർക്കിയിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഭയങ്കര വുഡൻ ഡെക്കറൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ചെസ് ബോർഡ്സ് കണ്ടിട്ട് മേടിക്കാത്തതിൽ ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. സോ ഇത് മേടിച്ചതിൽ ഐ ഫീൽ ഹാപ്പി. ആ പൈസ കൊടുത്തതിൽ വലിയ റിഗ്രറ്റ് തോന്നുന്നില്ല. ഓൾസോ നമുക്ക് ഭാവിയിൽ എപ്പോഴും ഒരു വീടൊക്കെ ആയിട്ട് നമ്മൾ സെറ്റിലായിട്ട് നിൽക്കുന്ന സമയത്ത് മേ ബി അന്ന് സാന്റോറിനിയിൽ വന്നതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് യു ക്യാൻ പ്ലേ ദിസ് ടുഗദർ റൈറ്റ്. അത് ആലോചിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ബെസ്റ്റ്. ഞങ്ങളങ്ങനെ വ്യൂ പോയിൻ്റൊക്കെ കണ്ടുപിടിച്ചു, 3 ഡോം വ്യൂ പോയിൻ്റൊക്കെ കണ്ടുപിടിച്ചു. ബട്ട് ദ തിങ് ഈസ് ഈ കാണുന്നതൊക്കെ കാർമേഘമാണ്. ഇവിടെ ഒരു ഗൈഡ് പുള്ളിക്കാരൻ ഇപ്പോൾ സൈഡിൽ കൂടെ പോയപ്പോൾ പുള്ളിയും പറഞ്ഞ് ടേക്ക് 2 days ഗോൺ ബി റെയിനിയും. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ബട്ട് കാൻറ്റ് റിയലി കംപ്ലെയിൻ അബൌട്ട് ദ വ്യൂ ദോ. ഇത്രയും നല്ല വ്യൂ ഇരിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ഫോട്ടോ എടുത്തില്ലേ, മോശമല്ലേ? ഞങ്ങളുടെ ഫോട്ടോ പോയിൻ്റ് ഒരാൾ ഹൈജാക്ക് ആക്കി. ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്പോട്ടാണ് സാന്റോറിനിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ലൊക്കേഷൻസ്. ഇത് 3 ഡോംസിൻ്റെ ഫേമസ് സ്റ്റെയർ കേസ് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ താഴോട്ട് വരെ പോകുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അതിൽ കുറച്ച് ഇത്രയും വരെ നമുക്ക് ആക്സസ് ഉള്ളൂ, ബാക്കി ക്ലോസ്ഡ് ആണ്. ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഹോട്ടൽസ് ഈ സൈഡിലൊക്കെ നിൽക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് സാന്റോറിനി ഈസ് ദാറ്റ് ഇത് ഒരിക്കൽ ദേ യൂസ് ടു ബി ഒരു സിംഗിൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. ഇവിടെ ഒരു ആക്റ്റീവ് വോൾക്കാനോ ഉണ്ട്. ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റ് പൊട്ടിയത് 40,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. ബട്ട് ഇറ്റ് സ്റ്റിൽ കൺസിഡർഡ് ആക്റ്റീവ്. ആ വോൾക്കാനോ എറപ്ഷന് ശേഷമാണ് ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു നമ്മൾ ഈ പിന്നെ കാണുന്ന ഈ കുട്ടി കുട്ടി ഐലൻഡ്സ് അവിടെയൊക്കെ ആയിട്ടുള്ളൂ. ഇന്നലെ രാത്രി പോയ ഹോട്ടലില്ലേ, വിച്ച് വാസ് കോൾഡ് സ്ട്രോഗലി, അത് തന്നെയാണ് ഈ സർക്കുലർ പീസ് ഓഫ് ലാൻഡിനെ പറയുന്ന പേരും. ഒരു രക്ഷയില്ല, ഫുൾ മൂടിക്കിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതായിരുന്നു സാന്റോറിനിയിലെ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് സ്പോട്ട്. നമ്മൾ ഈ കണ്ട വ്യൂ പോയിൻ്റ് അല്ലാതെ വേറൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട് ഈ ബ്ലൂ ഡോമിന്. പക്ഷെ അത് എവിടാണ്, എങ്ങനെ അവിടെ എത്തും ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഗല്ലികളുണ്ടല്ലോ, അതിൽ ഓരോന്നിൽ പോയി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ വെറുതെ ഞങ്ങളൊരു ഗല്ലിയിലേക്ക് തിരിഞ്ഞ് നോക്കിയത് അതായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചിരുന്ന ഫോട്ടോ സ്പോട്ട്, ഫോട്ടോ പോയിൻ്റ്. രാവിലെ തൊട്ടേ അവിടെ വന്നിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഇങ്ങോട്ട് നോക്കിയാൽ മതിയായിരുന്നു. വെയിറ്റ് ചെയ്യാം. ഇന്നലെ ഞങ്ങൾ വന്ന ടാക്സിയിലും പുള്ളിക്കാരൻ പറഞ്ഞു സാന്റോറിനി ഈസ് ഫേമസ് ഫോർ 2 things, റൊമാൻസ് ആൻഡ് വൈൻ. സാന്റോറിനിയിൽ ഉണ്ടാക്കുന്ന വൈൻ ഈസ് ആക്ച്വലി വേൾഡ് ഫേമസ് എന്നാണ് ഗൂഗിൾ പറയണത്.
ആൻഡ് അതിൻ്റെ കാരണമുണ്ട്. കാരണം ഇത് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ, ചുറ്റും കടലായതുകൊണ്ട് തന്നെ ഈ എയറിനൊക്കെ ഭയങ്കര ഒരു സോൾട്ടിനെസ് ഉണ്ടാവുമല്ലോ. ഈ സോൾട്ട് ഗ്രേപ്സിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ലതല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഗ്രേപ്പ് വൈൻ നമ്മൾ കാണുന്ന സമയത്ത് അത് മറ്റേ നീണ്ട് മുകളിലൊക്കെ പോയി സ്പ്രെഡായി അതിൽ നിന്നാണല്ലോ ഗ്രേപ്സ് തൂങ്ങിക്കിടക്കുക. പക്ഷേ ഇവിടെ അങ്ങനെ വളർത്തിയാൽ ഗ്രേപ്സിലേക്ക് ഒരുപാട് സോൾട്ട് വന്നിട്ട് ഗ്രേപ്സ് ചീത്തയായി പോകും. അതുകൊണ്ട് ഇവർ കണ്ടുപിടിച്ചൊരു വഴി ഗ്രേപ്പ് വൈൻസിനെ ചുറ്റി 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 ഒരു ബാസ്ക്കറ്റ് കണക്കാക്കും. ഇമാജിൻ ഇത് തറയാണെങ്കിൽ ആ നല്ല വളർച്ചയെത്തിയ ഗ്രേപ്പ് വൈൻ പോലും ഏതാണ്ട് ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. ആ ഗ്രേപ്പിനെ പറ്റി ചുറ്റി 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 ഒരു ബാസ്ക്കറ്റ് കണക്കാക്കും. ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ് ഗ്രേപ്സ് വളരുന്നത്. ഞങ്ങളങ്ങനെ കമാരി ബീച്ചിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. തിങ്സ് കമാരി ഈസ് ക്വൈറ്റ് ഫാർ ഫ്രം ഹിയർ, ഞങ്ങൾ നിൽക്കുന്ന ഈയിൽ നിന്ന്. അതുകൊണ്ട് അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആദ്യം ഫിഗർ ഔട്ട് ചെയ്യണം. ആൻഡ് ഓൾസോ ഇവിടെ ചെറുതായിട്ട് മഴ വരാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒത്തുവരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കമാരി ബീച്ച്. കാണുന്നുണ്ടല്ലോ, ബ്ലാക്ക് സാൻഡ് ബീച്ചാണ് ഇത്. വോൾക്കാനിക് സാൻഡ് എന്നാണ് പറയണത്. പക്ഷേ ഇത് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ വിചാരിച്ചത്ര ബിസി അല്ല. ഒട്ടും ബിസി അല്ല, ആളേ ഇല്ല. ഇത്രയും വിജനമായിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഗുഡ് തിങ് നമ്മൾ മഴ പ്രതീക്ഷ വന്നത് മഴ ഈ പരിസരത്തേ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് ലിറ്ററലി നത്തിങ് ഇവിടെ, വിജനം. സോ മച്ച് ദാറ്റ് നമ്മൾ ഈ വരുന്ന വഴിയിൽ ഫുള്ള് ഹോട്ടലുകളും എല്ലാം ഉണ്ട്. സി ലൈക്ക് എല്ലാ സിസ്റ്റംസ് ആൻഡ് സെറ്റപ്സ് ഇവിടെ ഉണ്ട്. അല്ല ശരിക്കും അങ്ങനെ തോന്നിപ്പോവും. ഒരു കടയുടെ ബോർഡ് കണ്ട് ലൈക്ക് എന്താ ഹോം മെയ്ഡ് ജെലാറ്റോ എന്ന് കണ്ടിട്ട് ഹായ് കൊള്ളാം ഐസ്ക്രീം ഇങ്ങനെ കഴിക്കാന്ന് വെച്ചിട്ട് പോകുന്നൊക്കെ അതിന്റെ ഷട്ടർ ഇട്ടേക്കുന്നത്. അതോടെ കണ്ടപ്പോ ഏതാണ്ട് ഒരു ഹർത്താൽ. നമ്മൾ ആക്ച്വലി വന്ന സമയത്ത് നല്ല തണുത്ത കാറ്റായിരുന്നെങ്കിൽ ഇപ്പൊ വെയില് വരുന്നുണ്ട്, അതുകൊണ്ട് ചെറിയ ചൂട് കാറ്റ് വരുന്നു. എനിക്ക് ആക്ച്വലി ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കിടന്ന് സൺബാത്ത് ഒക്കെ എടുക്കുന്നത്. ഇവിടെ ആൾക്കാർ ആ സൈഡിലൊക്കെ നോക്കിയാൽ കാണും സൺബെഡ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഫൺ അല്ലേ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ. മേ ബി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല സമയമായിരിക്കും ഇവിടെ വരാൻ. ഈ സ്ഥലം സീസണിലും ഒരു നോട്ട് സോ ടൂറിസ്റ്റി കൈൻഡ് ഓഫ് സ്ഥലം എന്നാണ് ഗൂഗിളിൽ പറഞ്ഞേക്കുന്നത്. 조금씩 자리 잡은 널 느낄 때면 괜히 잠을 ഞങ്ങൾ ഈ ക്യാമറ ഒക്കെ കൊണ്ടുകൂടെ വന്നപ്പോഴേക്കും അവിടെ ആ റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാർ വിചാരിച്ചു ഞങ്ങളെന്തോ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെയാണ്. എന്തെങ്കിലും അവരുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്രീക്ക് മൊഹിറ്റോ ഒക്കെ കൊണ്ടുവച്ചു. ഇറ്റ്സ് ലൈക്ക് വെരി നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. ഇതാണ് സംഭവം. ടാഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. സോപ്പിട്ടതാണ്. ഇത് പക്ഷേ അവര് വിചാരിച്ചു ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ്. ഒരു ദിവസം ഇവിടെ വന്നപ്പോ എന്തിനാ ഇവിടെ വന്നേ, പോയാ മതിയായിരുന്നു എന്നൊക്കെ തോന്നി. പക്ഷേ ഐ ബീൻ സ്പോയിൽഡ്. എന്നെ അവർ നല്ല സർവീസ് തന്ന് നല്ല ഫുഡ് തന്ന് എന്നെ വശീകരിച്ചു. കള്ളും അതെ.
Yeah, I think it's not working. I will leave it there. Yeah. It's my birthday week. Happy 29th. എല്ലാം കുടിച്ചു തീർത്തു. ലാസ്റ്റ് മീറ്റിംഗ് നമ്മളിപ്പോൾ ഇരിക്കുന്നതാണ് ഇയ കാസിലിൻ്റെ വ്യൂ. ഇയ കാസിലിൻ്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ സ്ഥലത്ത് നോക്കുമ്പോഴേക്കും ഫുൾ ഇയ ഹൗസസും ലൈക്ക് ഇവിടുത്തെ ഹോട്ടൽസും എല്ലാം കാണാൻ പറ്റും. രാത്രി ആകുമ്പോഴേക്കും ആഫ്റ്റർ സൺസെറ്റ്, ആ സൺസെറ്റ് പോയിന്റിലാണ് ഏറ്റവും ഭംഗി ഇവിടെ വരുമ്പോൾ. ആൻഡ് ദെൻ ജസ്റ്റ് ആഫ്റ്റർ സൺസെറ്റ് ഈ ഫുൾ സിറ്റി ഇങ്ങനെ ലിഫ്റ്റപ്പായിട്ട് നിൽക്കുന്നത് കാണുന്നത് ഫീൽസ് ഭയങ്കര നൈസ്. In the last night, so ഈ ഒരു പോയിന്റിൽ ഐ ഫീൽ വെരി ഹാപ്പി ടു എൻഡ് ഇറ്റ്. ഇത്രയും ലൈറ്റ്സും ഈ കാസ്റ്റ് ഇവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സംഭവിക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം വെച്ച് ഇവിടെ നിന്നുള്ള ഫെറി. അപ്പാരൻ്റ്ലി ഗ്രീസിൽ കുട്ടി കുട്ടി ഐലൻഡ്സ് ആയതുകൊണ്ട് തന്നെ അമംഗ് ദീസ് ഐലൻഡ്സ് പോകാനായിട്ട് ഫെറിയാണ് മോസ്റ്റ് യൂസ്ഡ് ട്രാൻസ്പോർട്ട്. പക്ഷെ ഫെറി ട്രാൻസ്പോർട്ട് ഈസ് വെരി എക്സ്പെൻസീവ്. ഏത് ഐലൻഡിൽ പോവുകയാണെങ്കിലും യു ഹാവ് ടു ഗെറ്റ് എ ഫെറി. പക്ഷെ ഇതെല്ലാം ഒരു ലൈക്ക് അറൌണ്ട് 60 euros ആണ് പെർ പേഴ്സൺ ചാർജ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ഫിറ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. രാമു തന്നെ എല്ലാ സ്റ്റെപ്സും ഉള്ളതുകൊണ്ട് അവൻ തന്നെ എല്ലാ പെട്ടി എടുത്ത് ചോക്കാണ്. ബേസിക്കലി ഞാൻ അവനെ ഫോളോ ചെയ്ത് നടക്കും. അത്തീനിയോസ് പോർട്ടിലേക്ക് പോകുന്ന ബസ്സിൽ വലിയ കയറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫെറിയിൽ പോകുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂർ മുന്നേ എത്തണം. സോ കാറുകളുണ്ടെങ്കിൽ 2 മണിക്കൂറും. ബേസിക്കലി എയർപോർട്ട് ചെക്ക് ഇൻ പോലെ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് അവർ ടിക്കറ്റിൽ ചെക്ക് ഇൻ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയൊക്കെ ID ചെക്കിംഗ് ഒക്കെയാണ്. ഇപ്പോൾ അത്തീനിയസ് പോർട്ടിൽ വന്ന് ഇവിടുത്തെ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുക. ഇവിടെ ആക്ച്വലി ഈ പോർട്ട് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ കഫേസും റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. സോ നമ്മളിവിടെ നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. നമ്മുടെ ഫെറി 150 വരുന്നത്. സോ 12:50 ആകുമ്പോഴേക്കും ബോർഡിങ് പോയാൽ മതി. ഇന്ന് രാവിലെ ഞങ്ങളവിടെ റൂമിൽ ഞങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് പോലെ വന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് ആയതുകൊണ്ട് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞങ്ങൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി തന്നെ എർത്ത്ക്വേക്ക് വാർണിംഗ്. 200 കിലോമീറ്റർ ദൂരെ ക്രെറ്റെ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് ഐലൻഡ് ഉണ്ട്. അതാണ് ഗ്രീസിലെ ഏറ്റവും വലിയ ഐലൻഡ്. അവിടെ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായി. പക്ഷേ നത്തിങ് ടു വറി. ഞങ്ങളിവിടെ 1:25 ഫെറി കയറാനായിട്ട് വന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 1:15 ഫെറിയിട്ട് ഒരു സൈനും ഇല്ല. അങ്ങനെ ചെന്ന് ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 2 മണിയാവും, ഡിലേ ആയി. പക്ഷേ സ്ട്രേഞ്ച് തിങ്സ് ഇവിടെ ഒരു ബോർഡും ഇല്ല, ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. ആൾക്കാർ ജസ്റ്റ് ലൈക്ക് ബ്ലൈൻഡ്ലി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. B1 B2 ആണ്, ഗേറ്റാണ് എന്ന് പറഞ്ഞിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നമ്മളങ്ങനെ ഫൈനലി ഫെറി വന്നു. ബോർഡ് ചെയ്യാൻ ഇത് ഭയങ്കര ഒരു കോസി റൈഡാട്ടോ. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര സ്മൂത്ത് ചേർത്ത് ട്രെയിനിൽ പോകുന്നൊരു വൈബാണ്. സൈഡിൽ നോക്കി നമ്മൾ വെള്ളമായിരിക്കുമല്ലോ കാണാം, പക്ഷേ ട്രെയിൻ നല്ല സ്റ്റേബിളാണ്. ലൈക്ക് കൈൻഡ് ഓഫ് ലൈക്ക് ആ ഒരു ഫീലിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ അപ്പർ ഡെക്കിലൊക്കെ മറ്റേ ഫസ്റ്റ് ക്ലാസ് സീറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ഭയങ്കര രസമുണ്ട് നമ്മൾ തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴേക്കും
ഫെറി പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ ആലോചിക്കായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കയറി സീറ്റൊക്കെ നോക്കി ഇവിടെ എത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴേക്കും ഫെറി മൂവ് ചെയ്തു. ലൈക്ക് ഒരു ലൈക്ക് നമ്മൾ കയറി ഇരുന്നത് അത് മൂവ് ചെയ്തു. ലൈക്ക് സോ ഫാസ്റ്റ്. ഒരു 5 മിനിറ്റിൽ നമ്മൾ ഇത്രയും ദൂരെത്തി. അവിടെ ഇരുന്നപ്പോഴേക്കും മിയാമി എന്നുള്ളൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അവർ യൂഷ്വലി എക്സ്പ്രസ് ജെറ്റ്സ് എടുക്കാറില്ല, ബ്ലൂ ജെറ്റ്സ് അതൊക്കെയാണ് എടുക്കാറ്. അത് ലൈക്ക് യൂഷ്വലി ഈ സെയിം പ്ലേസസ് തന്നെ 4 to 5 hours അതിലിങ്ങനെ ബിസിനസ് ക്ലാസ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. അവിടെ ഇരുന്നാൽ അവർ വൈനൊക്കെ കൊണ്ടുവരും. ലിരിക്സ് പറഞ്ഞിട്ട് പുള്ളി ഇതെടുത്ത് താഴോട്ട് ഉരുട്ടി താഴെ നിന്ന ആൾ അത് അങ്ങനെ വെച്ചെടുത്തു. ഞാൻ റിസപ്ഷൻ ഡെസ്കിൽ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. അങ്ങനെ ഇന്ത്യയെ കുറിച്ച് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇന്ത്യയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാർഡുണ്ട്, പിന്നെ ഒരു വെൽക്കം സ്ലിപ്പ് സംഭവം എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടല്ലേ ക്യാൻഡിലൊക്കെ കത്തിക്കാനായിട്ട് എന്തോ വെച്ചിട്ടുണ്ട്. ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ചൂസിങ് പെരീഡിയൻ രാമു ജയകുമാർ ശ്രീകല ദുർഗ പേരൊക്കെ. ഈ സാധനമുണ്ട് ഇവിടെ. എസ്പ്രസ്സോയിൽ കട്ടൻ കാപ്പി കുടിക്കാൻ. എൻ്റെ വെരി സീരിയസ് പ്രോബ്ലം. ഞങ്ങളുടെ സൺഡേത്തെ ഫ്ലൈറ്റ് തിരിച്ചു പോകാനുള്ളത് സെറ്റ് ഉച്ചയ്ക്ക് 2:20. ആൻഡ് ഞങ്ങളന്ന് പാരോസിൽ നിന്ന് അന്ന് രാവിലെ സാന്റോറിനിയിലേക്കായിരുന്നു ഞങ്ങൾ ഫെറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പാരോസിൽ നിന്ന് അന്ന് ആദ്യത്തെ ഫെറി പോകുന്നത് 10:45. അവരുടെ ടൈം ടേബിൾ വെച്ചിട്ട് അത് 12:40 സാന്റോറിനിയിൽ എത്തണം, സാന്റോറിനി പോർട്ടിൽ. പക്ഷേ ഇന്ന് നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫെറി ഓൾസോ 1:20 അവിടെ നിന്ന് ഫെറി. അതും അവിടെ എത്തിയപ്പോൾ തന്നെ 2 മണിയായി. അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും 4:30. സോ ഈ ഡിലേസ് എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ നിൽക്കുവാണ്. ലൈക്ക് നമ്മുടെ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2:20 ഫ്ലൈറ്റിന് നമ്മൾ 2:15 എയർപോർട്ടിൽ എത്തുന്നത്. അത് അബ്സല്യൂട്ട് വേഴ്സ്റ്റ് കേസ് സിനാരിയോ. ഇന്ന് നടന്ന എല്ലാ ഡിലേയും വന്ന് നടക്കുകയാണെങ്കിൽ. ഓൾസോ അവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ദ ഫെറീസ് കുഡ് ഗെറ്റ് ഡിലേഡ് അപ് ടു 60 minutes എന്ന്. സോ അതും കൂടി. ആൻഡ് ഇന്ന് നമ്മളൊരു അവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരി പരിചയപ്പെട്ടപ്പോൾ ഷീ സെഡ് ലൈക്ക് ഈ ഫാസ്റ്റ് ഫെറീസ്, ഇവിടുത്തെ എക്സ്പ്രസ് ഫെറീസ് ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ആവാനും ചാൻസ് ഉണ്ടെന്ന്. ബിക്കോസ് ലൈക്ക് ഹൈ വിൻഡ്, ഹൈ വേവ്സ് ഒക്കെ വരികയാണെങ്കിൽ ഈ എക്സ്പ്രസ് ജെറ്റ്, ലൈക്ക് സൂപ്പർ ജെറ്റ്, ഹൈ സ്പീഡ് ജെറ്റ്സ് ഇതിനൊന്നും പോകാൻ പറ്റില്ല. അവരെ അബ്രപ്റ്റായിട്ട് ക്യാൻസൽ ചെയ്ത് കളയും. ഓൾസോ അവരോട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ലൈക്ക് പിന്നെ ഈ ഓൺലൈനിൽ നിന്നും മനസ്സിലാക്കിയത് ആൾക്കാർ ലൈക്ക് സെയിം ഡേ ഫ്ലൈറ്റ് ഉള്ളപ്പോൾ അവർ ഫെറി എടുക്കാറില്ല. ഐലൻഡിൽ നിന്ന് ആ സെയിം ഐലൻഡിൽ നിന്ന് തന്നെ ആയിരിക്കും അവർ നിൽക്കുന്ന അന്ന് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ. സോ നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ലൈക്ക് വി തോട്ട് ലൈക്ക് എല്ലാ ദിവസവും ഇവിടെ അതാണ് ഇവിടുത്തെ ഫെറി സിസ്റ്റം എന്ന് ഒന്ന് നമ്മൾ വിചാരിച്ചു. ബട്ട് അനദർ തിങ് ഈസ് യൂഷ്വലി ഇവിടെ ഫെറീസ് രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, ലൈക്ക് ഫ്രം 7 onwards. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഡേ നമ്മുടെ ലക്ക് വെച്ചിട്ട് അന്ന് മാത്രം 7 o'clock ഫെറി ഇല്ല. ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ലൈക്ക് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ബുക്ക് ചെയ്ത ഫെറിയിൽ കയറുക. ഓപ്ഷൻ 2 എന്ന് പറഞ്ഞാൽ നാളെ ഉള്ള ലേറ്റസ്റ്റ് ഫെറി എടുക്കുക. ആൻഡ് ദെൻ ഫിറയിൽ തന്നെ നാളെ രാത്രിയിലേക്ക് ഒരു സ്റ്റേ ബുക്ക് ചെയ്യുക. ആൻഡ് ദെൻ ഫിറയിൽ നിന്ന് നെക്സ്റ്റ് മോർണിംഗ് ക്യാച്ച് ദ ഫ്ലൈറ്റ്. സോ ഞങ്ങൾ ഓപ്ഷൻ 2 എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ലൈക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നത് നടക്കില്ല. ഇറ്റ്സ് നോട്ട് റിയലി സേഫ് ഓർ റെക്കമെൻഡഡ്. സോ നാളെ രാത്രിയിലത്തെ ഫെറി നമ്മൾ ബുക്ക് ചെയ്ത് ഇവിടെ നിന്നുള്ളത്. പക്ഷേ ട്രാവൽ ടൈം കൂടുതലാണ്. അത് മറ്റേ എക്സ്പ്രസ് ജെറ്റൊന്നുമല്ല, 3.25 മണിക്കൂർ എടുക്കും സാന്റോറിനിയിലെത്താൻ. അവിടെ എത്തുമ്പോഴേക്കും 1 മണി കഴിയും, 26-ാം തീയതി രാവിലെ. പിന്നെ ഞങ്ങൾ ഒരു 24 hour ചെക്കിനുള്ള ഒരു ഹോട്ടൽ തപ്പി കണ്ടുപിടിച്ചു. ആൻഡ് ദാറ്റ് ഈസ് വൺ തിങ്. എല്ലാ ഹോട്ടലും 24 hours അല്ല, അതിന് ചെക്കിൻ സമയങ്ങളുണ്ട്, മച്ച് ലൈക്ക് എനിവെയർ എൽസ്. സോ അങ്ങനെ 24 hour ചെക്കിനുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ലൈക്ക് എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തീരുമാനിച്ച പോലെ ഒന്നും നടക്കില്ലല്ലോ. സോ ഇത്രയും നേരം ഞങ്ങൾ സ്ട്രെസ് അടിച്ചിരിക്കുകയായിരുന്നു.
ഞങ്ങൾ നാളത്തെ ഫെറി ക്യാൻസൽ ചെയ്തു. നാളെ ആദ്യം ബുക്ക് ചെയ്തിരുന്ന ഫെറി ക്യാൻസൽ ചെയ്തു. രണ്ടാമത്തെ ഫെറി കണ്ടുപിടിച്ചു. 24 hours ചെക്കിനുള്ള ഹോട്ടൽ കണ്ടുപിടിച്ചു. അത് റിസർവ് ചെയ്തു. ആൻഡ് ഐ ക്യാൻ ഫൈനലി ബ്രീത്ത്. ഫൈനലി എല്ലാ പ്രശ്നവും ഒരുവിധം സോൾവ് ആക്കിയിട്ട് നമ്മൾ 7 മണിയായപ്പോൾ പാരീസ് കാണാൻ പോയിട്ട് പോകണം. ഓക്കെ, ഇനി എങ്ങോട്ട് പോകണമെന്ന് നോക്കാം. ഇവിടെ ഇവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് നീ ശ്രദ്ധിച്ചായിരുന്നോ? എല്ലാം ഭയങ്കര കേർവ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ മതിലും ചുമരും എല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊരു കേർവ്ഡ് സ്ട്രക്ചർ. എനിക്കൊന്ന് അത് തന്നെ ഒരു പ്രത്യേക ഭംഗി തരുന്നുണ്ടല്ലേ ബിൽഡിങ്സിനൊക്കെ. ചേട്ടാ ഇത് ഞാൻ ഇന്ന് തിങ്സ് ടു ഡു ഇൻ പാരീസ് എന്ന് പറഞ്ഞ് അടിച്ചപ്പോഴേക്കും കണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഓൾഡസ്റ്റ് ചർച്ചാണ്. ഇറ്റ്സ് വെരി കാം. ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ഇപ്പോഴാണ് സ്കൈ കാണാൻ ഇത്രയും ഭംഗി. എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി കാണാൻ. ഇത് ടർക്കിക്ക് ഇത്ര അടുത്ത് കിടക്കുന്നുണ്ടോന്ന് അറിയില്ല. എല്ലാ ഡെസേർട്സ് ഒക്കെ കണ്ടോ, നമ്മുടെ ബക്ലാവ, കുനാഫ അതൊക്കെ ഇരിപ്പുണ്ട്. ദിസ് ഈസ് ആക്ച്വലി നൈസ്. നമ്മൾ ഇന്ത്യയിൽ ഇത്രയും ഫുഡൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇത് ട്രഡീഷണൽ ബക്ലാവ കേക്ക് വിത്ത് ക്രീം വനില എന്നാ പറഞ്ഞേ. This is also a kind of baklava. Hola. Yeah. ഇത് രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ദ കൈൻഡ് ഓഫ് കാംനെസ് ഈ ടൗൺ ഹാസ്, അയ്യോ അത് സംഭവം തന്നെ. ദിസ് ഇസ് വാട്ട് ഐ മീൻ. ലൈക്ക് ഒരു നോബഡി ഈസ് ഇൻ എ റഷ്. ഇതാണ് പാരീസിലെ നൈറ്റ് വൈബ്. പക്ഷെ പാരീസിനെ പറ്റി അറിയാവുന്നവരിപ്പോൾ പറയുന്നത് പാരീസിന് പണ്ടുണ്ടായിരുന്ന ചാമ്പ് ഇപ്പോൾ ഇല്ലെന്നാണ്. അതൊരു മിനി മിക്കനോസ് പോലെ ആയെന്നാണ് പറയുന്നത്. മിക്കനോസ് ആക്ച്വലി ഗ്രീക്കിലൊരു ഭയങ്കര പാർട്ടി ഐലൻഡ് ആണ്. ഇപ്പോൾ പാരീസ് ഇപ്പോൾ കുറച്ചും കൂടി അതേപോലെയൊക്കെ ആയെന്നാണ് പറയുന്നത്. സോ ഇവിടെ എല്ലാവരും അതുകൊണ്ട് ആൻറ്റി പാരീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോകും, കുറച്ചും കൂടി ആ ഒരു ഗ്രീക്ക് ഒത്തന്റിസിറ്റി കിട്ടാൻ വേണ്ടി. വി സ്റ്റിൽ ലൈക്ക് ഇറ്റ്. നല്ല രസമുണ്ട്. ഫിറയിൽ നിന്നൊക്കെ ഭയങ്കര ഈ സമയത്തായത് ടൂറിസ്റ്റിയും അല്ല സത്യം. പക്ഷേ സ്ട്രേഞ്ച് തിങ് ഈസ് ലൈക്ക് ഈ സൂവിനിയർ ഷോപ്പ് കടകളൊക്കെ അത്യാവശ്യം ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു മാലയൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ ലൈക്ക് ഇനി നമുക്ക് വീട്ടിൽ പോവാം, അല്ല റൂമിൽ പോവാം. കെലിമെര എന്ന് വെച്ചാൽ ഗ്രീക്കിലെ ഗുഡ് മോർണിംഗ് എന്ന മീനിങ്. ഞങ്ങളിന്ന് രാവിലെ പാരീസിൽ പെരീക്കിയൻ ഓൾഡ് ടൗൺ ജസ്റ്റ് ഒന്നും കൂടി കാണാനൊക്കെ പോയി. ലൈക്ക് അധികം തിരക്കില്ലാണ്ട് അവിടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ ബീച്ചിലൊക്കെ പോയി. ഭയങ്കര രസമായിരുന്നു. ഒരാളും ഇല്ല. ഫുൾ സ്ഥലം നമ്മൾ മാത്രമുള്ള പോലെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ലൈക്ക് അവർ പറഞ്ഞേക്കുന്നത്. സീക്രട്ട് കാഫെ ബീസ്ട്രോ. ഇന്നലെ ഇവിടെ കൂടെ നമ്മൾ രാത്രി വന്ന സമയത്ത് നടന്നു പോയപ്പോഴേക്കും ഈ ഗാർഡൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചായിരുന്നു. കാര്യം ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു.
ഞാൻ വിചാരിച്ചു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ആ ഒരു ഏരിയ നമ്മുടെ ഹോട്ടൽ ഏരിയക്കുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ നൈസാണെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ പിന്നിലൊക്കെ റൂംസാണ്. സോ അവരുടെ തന്നെ ഒരു കാഫേ സെറ്റപ്പ്, സോ ബ്യൂട്ടിഫുള്ളി സെറ്റപ്പ്. ലൈക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, ബസ് ദേശത്തിലൊക്കെ വെരി ലൈറ്റ് ജാസ് മ്യൂസിക് ഇതിൻ്റെ പിന്നിൽ. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. നമ്മളിപ്പോൾ പരീക്കയിൽ നിന്ന് നൗസ എന്നുള്ളൊരു ടൗണിലേക്ക് പോകാൻ പോവാണ്. അത് ഫിഷിംഗ് വില്ലേജ്, ഓൾഡ് ഹാർബർ ടൗൺ ആണ്. ഭയങ്കര പിക്ചറസ്ക് സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വെതർ അത്ര നൈസല്ല. നമുക്ക് ഇവിടെ നിന്ന് 11 മണിക്കുള്ള ബസ് പിടിക്കണം. ബസ് കിട്ടണമെങ്കിൽ ആ പോർട്ടിൻ്റെ അങ്ങ് അപ്പുറത്തേക്ക് പോകാൻ വേണം. സോ ലെറ്റ്സ് ഗോ. ബസ് പെട്ടെന്ന് പിടിക്കാനുള്ള തത്രപ്പാട്. നമ്മളിപ്പോൾ നൗസയിൽ വന്ന് ഇറങ്ങി. ഇവിടുത്തെ മസ്റ്റ് സീ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഓൾഡസ്റ്റ് ഹാർബർ ആണ് നൗസയുടെ. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും. ഇവിടെ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴേക്കും ഈ നൗസിൻ്റെ ചുറ്റും എല്ലാ സൈഡിലും ഒരുപാട് ചർച്ചസ് കാണാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ ചർച്ചസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ചർച്ചസിൽ നിന്നും ലൈക്ക് ഒരു 2 ബെൽസ് ഇങ്ങനെ ഒരു കയറിലിങ്ങനെ കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ജനലിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഈ എല്ലാ ചർച്ചിലും ഈ ബെൽസ് നമ്മളിങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലും കാണാറില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ഇവിടെ ഒരു പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പണ്ട് നൗസയിൽ പൈററ്റ് അറ്റാക്സ് ഭയങ്കര കൂടുതലായിരുന്നു. നൗസയിൽ മാത്രമല്ല, ഓൾ അക്രോസ് ഫാരോസ് അറ്റാക്ക് കൂടുതലായിരുന്നു. സോ ഇതിന് ഈ ഫാരോസ് ചുറ്റും സറൗണ്ടിങ് ആയിട്ട് ഇവർ ചേർച്ചസ് പണിതു. ആൻഡ് പൈററ്റ് അറ്റാക്ക് കാണുമ്പോഴേക്കും ഇവിടുത്തെ ആൾക്കാർ ഈ ബെൽസ് റിങ് ചെയ്യും. സോ ദേ വിൽ നോ ഈ പൈററ്റ്സ് വരുന്നുണ്ട്. ഫാരോസിൻ്റെ സിറ്റി എന്ന് പറഞ്ഞാൽ പരീക്കയാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഈ സിറ്റി ഈ ഐലൻഡിൻ്റെ ഏറ്റവും നടുക്കുള്ളൊരു ടൗൺ ആയിരുന്നു. ഒറിജിനലി ഒരു ഹാർബർ ടൗൺ ആണ്. പക്ഷേ ഇന്ന് ഇത് വൈറ്റ് വാഷ്ഡ് ബിൽഡിങ്ങുകളുടെയും വളരെ അപ്പ് സ്കെയിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഹബ്ബ് പോലാണ്. ഈ പൈററ്റ്സിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്ന കാലത്ത് ഈ ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അന്ന് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവർ 5ാം സെഞ്ച്വറിയിൽ ഒരു കാസിൽ ഉണ്ടാക്കി. ആ കാസിലിൻ്റെ റിമെയിൻസ് ഇപ്പോഴും നമുക്ക് ഈ നാട്ടിൽ കാണാം. ഞങ്ങൾ ആക്ച്വലി ഇവിടെ നൗസയിൽ വന്നിട്ട് മഴ തുടങ്ങി. ഞങ്ങൾ എല്ലാ നൗസയിൽ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു. മഴയായപ്പോഴേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോർട്ട് സൈഡിൽ തന്നെയുള്ള കലിപ്സോ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ വന്നു. ആക്ച്വലി ഈ സൈഡിലുള്ള റെസ്റ്റോറൻറ്റ്സ് എല്ലാം നല്ല രസമാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ ഒരു പുള്ളി ആ മൊമെന്റിൽ ആ ലൈക്ക് സീ സൈഡിൽ നിന്ന് ഒക്ടോപ്പസിനെ ലൈക്ക് ലൈവായിട്ട് പിടിച്ച് നടന്നുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ഗല്ലിയിലേക്ക് ഇങ്ങനെ കയറി നടന്നപ്പോൾ ഈ സീസണിൽ അല്ലെങ്കിൽ കാണാത്തൊരു സൈറ്റ് കണ്ടു. പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ശരിക്കും ഭയങ്കര വിഷമം വരുമല്ലോ ആ സ്ഥലം വിട്ട് പോകുന്നതിന്റെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നതിന്റെ ഒരു സമാധാനവും തോന്നും. ഐ തിങ്ക് അത് തന്നെയാണ് ട്രാവലിന്റെ ഒരു ബ്യൂട്ടി. ബിക്കോസ് നമുക്ക് ആക്ച്വലി നമ്മളൊരു സ്ഥലത്ത് പോയി ഉണ്ടാക്കിയ മെമ്മറീസ് കാരണമുള്ള സന്തോഷവും, എന്നാൽ ദാറ്റ് ഓൾസോ മേക്സ് us റിയലൈസ് നമുക്ക് ആക്ച്വലി ഉള്ള ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിയും
ലൈക്ക് വാട്ട് വി ഹാവ് അത് എത്ര നല്ലതാണെന്ന് നമ്മൾ ആ ഒരു തിരിച്ചെത്തിയാൽ മതി എന്നുള്ള ഒരു ഫീലിംഗ് കാരണം റിയലൈസും ചെയ്യും. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ട്രാവൽ ഈസ് ഓൾ അബൌട്ട് ആസ് വെൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ പാരീസിൽ എല്ലാവരും വരുന്നൊരു സമയത്തല്ല വന്നത്, ഷോൾഡർ സീസണിലാണ് വന്നത്, ഏപ്രിലിൽ. പൊതുവെ കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് ബീച്ചിലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, വെള്ളമൊക്കെ നല്ല തണുത്തിട്ടാണ്. പക്ഷെ എന്നാലും ഒരു കംഫർട്ടബിൾ കുഴപ്പമില്ലാത്ത ടെമ്പറേച്ചറാണ്. ഒരു 20 ഡിഗ്രി സെൽഷ്യസ് 15 to 20 ഡിഗ്രിയിലാണ് കൂടുതൽ നിൽക്കുക. ബട്ട് ദെൻ ഓൾസോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹോൾ എവിടെ ചെന്നാലും യു ഗെറ്റ് ദാറ്റ് ഹോൾ പ്ലേസ് ടു യുവർ സെൽഫ്. ഞങ്ങൾ കമാരി ബീച്ചിൽ പോയപ്പോൾ ഓൾസോ ആ ഹോൾ ബ്ലാക്ക് ബീച്ച് യൂഷ്വലി ഭയങ്കര പോപ്പുലറായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് കിടക്കുന്ന ബീച്ചിൽ ഇറ്റ് വാസ് ജസ്റ്റ് 2 of us. നമ്മളൊരു ഹോൾ ബീച്ച് പ്രൈവറ്റ് ആയിട്ട് എടുത്ത പോലെ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ലൈക്ക് വി വർ ഇൻ ലൈക്ക് ഒരു മൂവി പോലെ. റിയലി ലൈക്ക് ദിസ് ട്രിപ്പ്. ഓൾസോ രാമുവിൻ്റെ ബർത്ത്ഡേ ഓൾസോ ആയതുകൊണ്ട് ഐ എം റിയലി ഹാപ്പി ദാറ്റ് വി ഗോട്ട് ടു എൻജോയ് ദിസ് ഇൻ എ വേ. Yeah.